ശ്രുതി മിസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് നമ്മുടെ ടുലൈസ് പ്രോസസ് അഥവാ ജീവൽ പ്രക്രിയയിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ 10 മിനിറ്റിൽ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണുന്നതോടുകൂടി ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവും. സോ ഈ ഒരു ചാപ്റ്റർ ഒട്ടും പഠിച്ചിട്ടില്ല മിസ്സേ, ഈ ഒരു വീഡിയോയിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നവരെ താഴെ ഒരു ഹാർട്ട് കമന്റ് ചെയ്യുക. അതല്ല ഞാൻ സൂപ്പർ ആയിട്ട് പഠിച്ചു, ഇതൊരു റിവിഷൻ ആണ് എനിക്കെന്ന് പറയുന്നവർ താഴെ ഒരു ഫയർ ഇമോജി കമന്റ് ചെയ്യുക. എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഒരു ചെറിയ ലൈക്കും കൂടെ അവിടെ ഇടുക. ഓക്കെ, അപ്പൊ ടുലൈസ് പ്രോസസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഫസ്റ്റ് തന്നെ മെറ്റബോളിസം എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ആനബോളിസവും കാറ്റബോളിസവും. ആന വലുതല്ലേ? യെസ്. അപ്പൊ വലിയ മോളിക്യൂൾസിനെ അഥവാ വലിയ തന്മാത്രകളെ ഉൽപ്പാദിപ്പിക്കുന്നത്, സിന്തസൈസ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? ആനബോളിസം എന്ന് പറയാം. വലിയ തന്മാത്രകളെ നമ്മൾ കുഞ്ഞാക്കി വിഘടനം അഥവാ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം? കാറ്റബോളിസം എന്ന് പറയാം. കാരണം കാറ്റ് ചെറുതല്ലേ, അങ്ങനെ ആലോചിച്ച് നോക്കുക. ഓക്കെ, റെഡി? അപ്പൊ ഈ മെറ്റബോളിസം കഴിഞ്ഞ ശേഷം നമ്മൾ പഠിച്ചത് എൻസൈമുകളെയും ഹോർമോണുകളെയും പറ്റിയിട്ടാണ്. അപ്പൊ എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ്, രാസപ്രവർത്തനങ്ങളുടെ സ്പീഡ് കൂട്ടാൻ, വേഗത കൂട്ടാനാണ് എന്തുള്ളത്? എൻസൈമുകൾ ഉള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്? നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സലൈവറി എമിലേസ്, നമ്മളുടെ ഉമിനീരിൽ സലൈവയിലുള്ള സലൈവറി എമിലേസ് ഒരു തരം എൻസൈമാണ്. അതെന്താ ചെയ്യുക? നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന, ദഹിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇനി ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ കെമിക്കലുകളാണ്, രാസവസ്തുക്കളാണ്. ഇവരെന്താ ചെയ്യുക? നമ്മുടെ ശരീരത്തിലെ പല കാര്യങ്ങളെയും എന്ത് ചെയ്യും? അവർ കോർഡിനേറ്റ് ചെയ്യും. പല ബയോളജിക്കൽ പ്രോസസ്സുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരെ നമുക്ക് എവിടെയാ കാണാം? പല രീതിയിലുള്ള ഓർഗൻസ് ഉണ്ട് ഈ ഒരു ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാൻ, അല്ലെ? അതിന് നമ്മൾ എന്താ വിളിക്കുക? ഗ്രന്ഥികൾ അഥവാ ഗ്ലാൻസ്, എൻഡോക്രൈൻ ഗ്ലാൻസ് അഥവാ എൻഡോക്രൈൻ ഗ്രന്ഥികൾ എന്നാ വിളിക്കുക. ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ സ്രവിക്കുന്നത്, ഈ ഒരു ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. റെഡി? ഇനി നമ്മൾ എന്ത് പഠിച്ചു? ഓരോന്നിലും എങ്ങനെയാണ് അവർ ഫുഡ് എടുക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു, അല്ലെ? അപ്പൊ അമീബയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് സബ്സ്റ്റൻസസ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എൻറ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ സെൽ മെംബ്രെയിൻ, കോശസ്തരത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അകത്തേക്ക് കയറുന്നത്. ഇനി ആനിമൽസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എന്താണ്? ബഹുകോശ ജീവികൾ അഥവാ മൾട്ടി സെല്ലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് എത്തുക? നമ്മളുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്, അല്ലെ? കോശത്തിന്റെ പുറത്തുള്ള ആ ഒരു ദ്രാവകത്തിലാണ് എത്തുന്നത്. അവിടുന്ന് എന്ത് നടക്കണം? ചില സർട്ടൺ ചേഞ്ചസ്, ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ട് അതെന്ത് ചെയ്യും? നമ്മളുടെ സെല്ലിന്റെ, ഓരോ സെല്ലിന്റെ അകത്തേക്കുള്ള സൈറ്റോപ്ലാസത്തിലേക്ക് അഥവാ കോശദ്രവ്യത്തിലേക്ക് കയറുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി പ്ലാന്റ്സിന്റെ കേസിൽ നമുക്ക് 3 രീതിയിലാണ്. ഒന്ന് സെൽ വോളിലൂടെ, അല്ലെ? കോശഭിത്തിയിലൂടെ. പിന്നെന്താണ്? ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ്, പ്ലാസ്മോഡെസ്മാറ്റയിലൂടെ. ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ, നമ്മളുടെ കോശസ്തരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അങ്ങനെ 3 രീതിയിലാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി നമുക്ക് എന്തുണ്ട്? ഈ ഒരു സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരത്തിലൂടെ എങ്ങനെയാണ് നമ്മളെ പദാർത്ഥങ്ങളെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് അഥവാ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ്. അപ്പൊ അതിന് നമുക്ക് 4 പ്രക്രിയകളാണ് പഠിക്കാനുള്ളത്. ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അല്ലെ? അപ്പൊ ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കുക? വെള്ളം ആലോചിക്കുക. അപ്പൊ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വാട്ടർ അഥവാ ജലം അതിന്റെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എങ്ങനെ വരുന്നു? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ അഥവാ അർദ്ധതാരി സ്ഥലത്തിലൂടെ പോകുന്നു. ഇതാണ് എന്ത്? നമ്മളുടെ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഡിഫ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? എങ്ങനെ പഠിച്ചു? ഹയർ കോൺസെൻട്രേഷൻ, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ വരിക. അതിനെന്താ ആവശ്യമില്ല? ഊർജ്ജം ആവശ്യമില്ല, എനർജി ആവശ്യമില്ല. പിന്നെന്താണ്? നമുക്ക് സെമി പെർമിയബിൾ മെംബ്രെയിൻ അത്യാവശ്യമില്ല, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അടുത്ത ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞു. അപ്പൊ ഏതാണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഈ ഒരു ഡിഫ്യൂഷൻ വഴിയാണ് പോകുന്നത്. ഇനി അടുത്ത ആളാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്തോ ഒരു ഹെൽപ്പ് അവിടെ എടുത്തു. ആരുടെ ഹെൽപ്പാണ് എടുത്തത്? നമ്മൾ സർട്ടൻ പ്രോട്ടീൻ, ചാനൽ പ്രോട്ടീൻ അഥവാ വാഹക പ്രോട്ടീന്റെ സഹായത്തോടു കൂടി ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. അടുത്ത ആളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എനർജി വേണം, അല്ലെ? അപ്പൊ ഇവിടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്ന അതേപോലെ തന്നെയാണ്. എന്താണ്? നമ്മളൊരു ചാനൽ പ്രോട്ടീനെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, വാഹക പ്രോട്ടീനെ. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ, ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രോട്ടീൻ മാത്രം പോരാ, ഊർജം കൂടി വേണം, ATP തന്മാത്രകളുടെ രൂപത്തിൽ. ഓക്കെ, റെഡി? അടുത്തായിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ മിസ് ഇവിടെ വെച്ചിട്ട് സ്ക്രീൻഷോട്ട് വെച്ചോ, ആവശ്യം വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസിനെ പറ്റി അഥവാ പ്രകാശ സംശ്ലേഷണത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ മീസോഫിൽ കോശങ്ങളിൽ വെച്ചിട്ടാണ് ഇത് നടക്കുക. അതേപോലെ ക്ലോറോപ്ലാസ്റ്റിനകത്താണ് എന്ത് നടക്കുന്നത്? നമ്മൾ ഈ ഒരു പരിപാടി നടക്കുന്നത്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
അതിനൊരു ഔട്ടർ മെംബ്രെയിൻ, ഒരു ബാഹ്യസ്തരമുണ്ട്, ആന്തരസ്തരം, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാം? 5 രൂപ കോയിനുകൾ അടുക്കി അടുക്കി വെച്ച പോലെ കാണാം. അതിന് നമ്മൾ ഗ്രാന എന്ന് വിളിക്കും. അവരെ തമ്മാമിൽ കണക്ട് ചെയ്യുന്ന മെംബ്രെയിനുകളെ നമ്മൾ സ്ട്രോമ ലാമല്ല എന്ന് വിളിക്കും. അതിന് ചുറ്റും കാണുന്ന ദ്രാവക ഭാഗം അഥവാ ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് വിളിക്കും? സ്ട്രോമ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഫോട്ടോസിന്തസിസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രകാശഘട്ടവും അതേപോലെ ഇരുണ്ട ഘട്ടവും. അപ്പോൾ പ്രകാശഘട്ടം എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫേസ് ആണ് അല്ലേ? ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അഥവാ പ്രകാശം ആവശ്യമുള്ള ഘട്ടമാണ്. ഇതിൽ എന്ത് നടക്കും? നമ്മുടെ സൺലൈറ്റ്, സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിൽ നമ്മളുടെ വാട്ടർ അഥവാ ജലം എന്ത് ചെയ്യുന്നു? വിഘടിക്കുന്നു, ബ്രേക്ക് ഡൗൺ ആവുന്നു. എന്നിട്ട് എന്ത് നടക്കുന്നു? നമ്മളുടെ ഹൈഡ്രജനും ഓക്സിജനും വേറെ വേറെ ആകുന്നു. ഇതിനകത്ത് ഓക്സിജൻ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ആവുന്നു, അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജൻ നേരെ നമ്മളെ സ്ട്രോമയിലേക്ക് പോകും. അപ്പൊ സ്ട്രോമയിലേക്ക് പോകുന്ന സമയത്ത് ഇത് നടന്ന എവിടെയാ? ഗ്രാനയിലാണ്. അപ്പൊ ഡാർക്ക് ഫേസ് അഥവാ ഇരുണ്ട ഘട്ടം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? നമ്മുടെ ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുന്നത് മുതൽ നമ്മളുടെ ഇരുണ്ട ഘട്ടമാണ്. അപ്പൊ ഹൈഡ്രജൻ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് നമ്മളുടെ ATP മോളിക്യൂൾസ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അല്ലെ? ഈ ഒരു പ്രകാശഘട്ടത്തിൽ നിന്ന് ATP മോളിക്യൂൾസ് എങ്ങോട്ട് പോകും? നമ്മളെ ഇരുണ്ട ഘട്ടം അഥവാ ഡാർക്ക് ഫേസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ കൂടി നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ആരുടെ സാന്നിധ്യത്തിൽ? ആരുടെ പ്രസൻസിൽ? ATPയുടെ പ്രസൻസിൽ. അങ്ങനെയാണ് എന്ത്? നമ്മളുടെ ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ ഡാർക്ക് റിയാക്ഷൻസ് മൊത്തം നമുക്ക് പറഞ്ഞത്, അതായത് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞത് മെൽവിൻ കാൽവിനാണ്. അതുകൊണ്ട് നമ്മൾ ഡാർക്ക് റിയാക്ഷനെ നമ്മൾ കാൽവിൻ സൈക്കിൾ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് വാട്ടർ പ്ലസ് CO2 ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. സൂര്യപ്രകാശവും ക്ലോറോഫിലിന്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു. ഓക്കെ, ഈ ഗ്ലൂക്കോസിനെ നമ്മൾ പല രീതിക്ക് ഉപയോഗിക്കും അല്ലെ? കാരണം എന്താണ്? നമ്മൾ ഗ്ലൂക്കോസിനെ സംഭരിച്ച് വെക്കുന്നത് അഥവാ സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ്. ശ്രദ്ധിച്ചോ? ഓക്കെ, ഇതിനെ നമുക്ക് എന്താക്കി മാറ്റാം? പല രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അത് സ്റ്റാർച്ച് ആയിക്കോട്ടെ, ഫ്രക്ടോസ് ആയിക്കോട്ടെ, സുക്രോസ് ആയിക്കോട്ടെ, ലിപ്പിഡ് ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, വിറ്റമിൻ ആയിക്കോട്ടെ, ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? നമ്മളുടെ ഈ സസ്യങ്ങളെ കൊണ്ട് നമുക്കുള്ള ഉപകാരങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. റബ്ബർ ലാറ്റക്സ് കിട്ടുന്നത്, മെഡിസിൻസ്, ബയോ പെസ്റ്റിസൈഡ്, സ്പൈസസ്, കോഫി ആൻഡ് ടീ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മാർക്കിനെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒന്നാണ് നമ്മളുടെ കണ്ടൽ കാർഡുകളുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ കണ്ടൽ കാർഡുകൾ നമുക്കറിയാം പണ്ട് കുറേ എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എന്ത് ചെയ്തു? അത് വളരെ നല്ലപോലെ കുറയുന്നുണ്ട്. അപ്പോൾ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ഒരു സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത് ആണ്, അതായത് ഒരുപാട് മത്സ്യങ്ങൾ കാണുന്ന സ്ഥലമാണ്. അതേപോലെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം കൂടുതലുള്ള സ്ഥലമാണ്. കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിൽ, ഈ ഒരു തീരപ്രദേശത്തുള്ള മണ്ണിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇവരാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ, ഓക്കെ, അതായത് ആഗോള താപനം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഇവരാണ്. പ്രിവെൻഷൻ ഓഫ് സുനാമി വരാതെ നോക്കുന്നതൊക്കെ ഇവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരില്ലാന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് നമ്മൾ കണ്ടൽ കാടുകളെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക? ഒരു ഫയർ ഇമോജി മിസ്സിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അടിപൊളിയാക്കുക. അപ്പം നമ്മളുടെ ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ഒരു വീഡിയോൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ കയറുക, ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് ഇതേപോലത്തെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അടിപൊളിയാക്കുക. എല്ലാ ദിവസവും ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ വീഡിയോസ് ഉണ്ടാകും. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.